ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യം. മത്തായി 15:25. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവൾ വന്ന് നമസ്കരിച്ച് പറഞ്ഞത്, കർത്താവേ, എന്നെ സഹായിക്കണമേ. ഈ സ്ത്രീ ഇപ്പോൾ കർത്താവേ എന്ന് വിളിക്കുന്നത് ശ്രദ്ധേയമാണ്. കാരണം ദാവീദ് പുത്രൻ എന്നുള്ള വിളി മാറ്റി ശരിയായ മാർഗത്തിലുള്ള അവളുടെ ആദ്യത്തെ കാൽവയ്പിലേക്ക് അവൾ വരികയാണ്. മശിഹ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് അയക്കപ്പെട്ടതെങ്കിൽ എൻ്റെയും എന്നെ പോലെ ഉള്ളവരുടെയും കാര്യം എന്തായിരിക്കും എന്ന് തകർന്ന ഹൃദയത്തിൽ നിന്നുള്ള നിലവിളി വൃഥാവായി പോകില്ല എന്ന് അവൾ തിരിച്ചറിയുന്നു. കാരണം ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് ദൈവം എന്ന ഒരു മതബോധം യഹൂദന്മാർ എല്ലായിടങ്ങളിലും പരത്തിയിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ ദൈവം അങ്ങനെയുള്ളവരെ നോക്കുന്നു എന്ന് കാണുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അവളുടെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിൽ അവളെ സഹായിക്കാൻ അഭ്യർത്ഥനയുമായി ഏതറ്റം വരെയും ഒന്ന് താണ് നിലവിളിക്കാൻ അവൾ തയ്യാറാകുന്നു. ഇത് നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമാണ്. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെ പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് നമ്മൾ ഏതോ സ്ഥാനീയരാണ് എന്ന് വിചാരിക്കാം. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ വിശ്വാസ ആചാര പ്രമാണങ്ങൾ അതൊക്കെയാണ് നമ്മെ കുറച്ചും കൂടെ മുകളിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ അതെല്ലാം വിട്ട് താണ് വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് നമസ്കരിക്കാൻ തയ്യാറാകണമെന്നത് കനാന്യ സ്ത്രീയുടെ അനുഭവത്തിലൂടെ അവൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ അവളുടെ വിശ്വാസത്തെ നിലനിർത്താൻ അവൾ വളരെ പണിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ വിശ്വാസത്തെ പിടിച്ച് നിർത്തേണ്ടത് ഒരു വലിയ ആവശ്യമായി വരുന്നു. അതിനുള്ളൊരു അപേക്ഷയാണ് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നടത്തുന്നത്. നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നുവെന്ന് 63-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും അവൾ അപേക്ഷിക്കുകയാണ്. കർത്താവ് അവളോട് ആദ്യം പറഞ്ഞ മറുപടി ഒന്നും വകവയ്ക്കാതെ നിലവിളിയുമായി കർത്താവിൻ്റെ അവൾ നിൽക്കുന്നു. അവൾ ഇസ്രായേൽക്കാരത്തി അല്ല എങ്കിലും യേശുക്രിസ്തു അവളെ സഹായിക്കുമെന്നും അവൻ അതിന് വല്ലഭനാണെന്നുമൊക്കെ അവൾ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവളുടെ അപേക്ഷ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകില്ല. നമ്മുടെ അപേക്ഷയും അഭ്യർത്ഥനയും നിരാകരിക്കുന്ന ഇടത്ത് ഒരു പക്ഷെങ്കിൽ നമ്മൾ പിന്മാറാം. എന്നാൽ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന വിധത്തിൽ യഹൂദ മതബോധത്തിൻ്റെ ഭാഷയിൽ കർത്താവ് നിരാഹാരത്തിൻ്റെ ഒരു വാക്ക് പറയുമ്പോഴും അവൾ മാറി നിൽക്കാതെ അവരുടെ അപേക്ഷയുമായി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി നിന്നു. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് തന്നെ നിലവിളിയാണ്. ദൈവത്തോടുള്ള നിലവിളിയും നമസ്കാരവുമാണ്. നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ ഏതറ്റം വരെയും താണുപോയി ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളെ മാനിക്കും. നമ്മുടെ സ്ഥാനമോ നമ്മുടെ പദവിയോ മറ്റൊന്നും നോക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ അശുദ്ധിയോ ഒന്നും കണക്കിടാതെ നമ്മുടെ അപേക്ഷയെ സ്വീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവസന്നിധിയിലാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും കുറവുകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഒരു വ്യത്യാസം, ഒരു മാറ്റം ദൈവം തമ്പുരാൻ നൽകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളാൽ വലയുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും വിനയപ്പെടാൻ ഇന്നത്തെ വേദഭാഗം ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ ചെറുതും വലുതുമായ സകല ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങൾ, ഭാരങ്ങൾ, ഇല്ലായ്മകൾ, ബലഹീനതകൾ എല്ലാം ദൈവം അറിയുന്നുവല്ലോ. ഞങ്ങളെ സഹായിക്കണമേ. കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിലും കരുണയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.